ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മിൽക്ക് ബണ്ണാണ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി മിൽക്ക് ബണ്ണ് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതും നല്ല ബേക്കറി പെർഫെക്ഷനിലൂടെ തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടും ബണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മിൽക്ക് ബൺ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിൽക്ക് ബൺ തയ്യാറാക്കാൻ ആദ്യം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് മൈദ ചേർക്കാം. മൈദയിലേക്ക് മിൽക്ക് പൗഡറും പഞ്ചസാര പൊടിച്ചത്, ഉപ്പ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇനി ഇവിടെ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഗ്ലൂട്ടനാണ്. നമ്മൾ ഗ്ലൂട്ടൻ ചേർക്കുന്നത് നമ്മുടെ ബണ്ണൊക്കെ കുറച്ചും കൂടെ എക്സ്ട്രാ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, ഫ്ലഫിയും സോഫ്റ്റുമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ബേക്കറി പെർഫെക്ഷനിൽ നമ്മുടെ ബണ്ണൊക്കെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫാറ്റായിട്ട് ഞാൻ ഓയിലാണ് ചേർക്കുന്നത്. ബട്ടർ ചേർക്കാവുന്നതാണ്. ഫ്ലേവറിന് വേണ്ട വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നത് ഞാനിവിടെ പാലിലാണ്. പാൽ അഥവാ വെള്ളത്തിലും കുഴച്ചെടുക്കാവുന്നതാണ്. പകുതി പാലിൽ പകുതി വെള്ളത്തിലും കുഴച്ചെടുക്കാവുന്നതാണ്. താല്പര്യമുള്ളതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ഡബിൾ സൈസ് ആവുന്നിടം വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇങ്ങനെ ഡബിൾ സൈസ് ആക്കി എടുത്തതിന് ശേഷം മാവിനെ നമ്മൾ വീണ്ടും നല്ലതുപോലെ നീഡ് ചെയ്തെടുക്കണം. എത്രത്തോളം നീഡ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായി കിട്ടും. ഇങ്ങനെ നല്ലതുപോലെ നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ബണ്ണിൻ്റെ റോൾസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 70 ഗ്രാം അളവിലാണ് ഓരോ റോളും ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത ഓരോ റോൾസും ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേയിൽ അല്പം എണ്ണ തടവിയിട്ട് അതിലേക്ക് നമുക്ക് മാറ്റാം. അകത്തി വേണം ഓരോ റോൾസും വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊന്തി വരുമ്പോൾ അത് കൂട്ടിയും കൊട്ടും. ഓവനിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഓരോ റോളിലേക്ക് നമ്മൾ മിൽക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത് അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഇപ്പോൾ നമുക്ക് നല്ലൊരു കളറും കിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 200 ഡിഗ്രിയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്ത്. ഞാനിവിടെ ഡെക്ക് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസമാകും. അപ്പോൾ അവരവരുടെ ഓവനിൽ ടെമ്പറേച്ചർ അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. എന്തായാലും 180 to 200 ഡിഗ്രിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. എനിക്കിവിടെ 18 മിനിറ്റ്സും കൊണ്ട് ബൺസ് എല്ലാം ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓവനിൽ നിന്ന് ബൺസ് ഇറക്കിയ ഉടനെ തന്നെ ഇതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നമ്മൾ മേളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് അറിയതിന് ശേഷം ട്രേയിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ബണ്ണിൻ്റെ ടെക്സ്ചർ തന്നെ കണ്ടോ, എന്ത് നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ബേക്കറി സ്റ്റൈലിൽ ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലും ബേക്കറി പെർഫെക്ഷനിലെ ബണ്ണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.